ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ദോഹ ഫെസ്റ്റിവൽ മോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി മോളുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെറിയ വീഡിയോ ആയിരിക്കും. എൻ്റെ ചെറിയ വിശേഷങ്ങളും വലിയ കാര്യങ്ങളും ആണല്ലോ പൊതുവെ ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഈ മോളിലൊക്കെ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഈ ഒരു എൻറ്റയർ മോളിലാണ് ഈ ലൈറ്റ് നമുക്ക് പെട്ടെന്ന് കയറി ചെല്ലാൻ കഴിയില്ല. ഇത് നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം. ഇവിടെ എനിക്ക് സൂപ്പർവൈസർ ഒരു പെർമിഷൻ തന്നിട്ടുണ്ട്. പക്ഷേ കസ്റ്റമേഴ്സിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പാടില്ല എന്നുള്ളൊരു സ്പെഷ്യൽ മെൻഷനിങ് ഉണ്ട്. അപ്പോൾ അത് മാനിച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കാര്യങ്ങൾ പാലസിലൊക്കെ പോയി നമ്മളൊരു ഡിന്നറോ അല്ലെങ്കിൽ ഡിന്നർ ലൈറ്റ്സിൻ്റെ എഫക്റ്റ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ ഇപ്പോൾ ഞാൻ ഫിസിക്സ് അധ്യാപകനായതിനെക്കൊണ്ട് മാത്രം പറയല്ല, ഏറ്റവും കൂടുതൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്കൊരു ഡാർക്ക് ഷെയ്ഡിലാണ് വിസിബിൾ ആവുക കൂടുതലായിട്ട്. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളരെ എന്താ പറയുക പ്രൊട്ടക്റ്റഡാണ്. അതായത് നമുക്കത്ര വലിയ വളരെ സെക്യൂർഡ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. നമ്മളെ കാര്യം മാത്രം നോക്കിപ്പോയാൽ വേറൊരു കുഴപ്പവും ഈ കൺട്രിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. അതേപോലെ തന്നെ പ്രൈവസി വളരെ കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു എന്താ പറയുക ഒരു കൺട്രി കൂടിയാണ്. നല്ല രീതിയിൽ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളാണ്. കാരണം അവർക്ക് ഖത്തറിയൻ പീപ്പിൾ പൊതുവെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവരവരുടെ പ്രൈവറ്റ് സ്പേസിൽ എൻജോയ്മെൻറ്റ് കണ്ടെത്തുന്ന ആൾക്കാരാണ്. അവർക്ക് ഈ വീഡിയോ എടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എൻ്റർടൈൻമെൻറ്റ് അവർ ഷോക്കേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൈവസി എല്ലാം മാനിച്ചുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, വീഡിയോ ഷൂട്ട് ചെയ്യാൻ. ഒരുപാട് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, ഒരുപാട് ക്യുസീൻസ് അവൈലബിൾ ആണ് ഇവിടെയൊക്കെ. അതേപോലെ തന്നെ ഞാൻ കണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നന്നായിട്ട് ഇവരെ സെൽഫ് കെയർ ചെയ്യും. ഇൻ ദ സെൻസ് അവർ നന്നായിട്ട് അവരെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ, അവർ നല്ല ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ മേക്കപ്പൊക്കെ ഇട്ട് വളരെ വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് അവർ എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാറ്. സോ അത് വലിയൊരു കാര്യമാണ്. കാരണം നമ്മളൊരാളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത് എന്താ പറയുക നല്ല രീതിയിലായിരിക്കണം. അപ്പം അത് നമുക്ക് ഇതിൽ കാണാൻ പറ്റും. സോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടണും കൂടി അമർത്തിക്കോളൂ. എനിക്ക് തോന്നുന്നത് ഒന്ന് ഗ്രൗണ്ട് ഫ്ലോർ ഒന്ന് ഫസ്റ്റ് ഫ്ലോർ മാത്രമാണ് ഇവിടെ എന്താണെന്നാണ്. ഇത് ഭയങ്കര സ്പേഷ്യസ് ആട്ടോ. നമുക്ക് ഒന്നും ഇതിൽ ചെറിയൊന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ചെറിയ പോർഷൻസ് മാത്രമേ ഞാൻ കാണിച്ചാൽ. ഒരു കാര്യം പ്രത്യേകിച്ച് ഞാൻ പറയാം, ഈ മോളിൽ ഓരോ സ്ഥലവും നമ്മൾ അടിച്ചു പെറുക്കി മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: ടു മച്ച് എക്സ്പെൻസീവ്. അതാണ് എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. ബാക്കി റെസ്റ്റ് ഓഫ് ദി തിങ്സ് ഓക്കെയാണ്. കാണാനുള്ള വിഷ്വൽ ട്രീറ്റ് ഉണ്ട്, ടൈം നമുക്ക്
സ്പെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഈ മോളിൽ കമ്പാരിറ്റീവ്ലി ഖത്തേറിയനും അതേപോലെ തന്നെ ഫോറിൻ ആളുകളാണ് കൂടുതൽ. നമ്മൾ വൈനൊക്കെ കുടിക്കുന്ന കപ്പിൽ ഇത് പാക്ക്ഡ് ആയിട്ടും ഉണ്ട്, അതേപോലെ തന്നെ ഓപ്പൺ എൻഡ് ആയിട്ടും ഉണ്ട്. ഒന്നും കുഴപ്പമില്ല. 11 ഖത്തർ റിയാലാണ് ഫോർ ദിസ് ഓൺലി കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗിഫ്റ്റ് ഹാമർ ആയിട്ടൊക്കെ നമുക്കിങ്ങനെ ചോക്ലേറ്റ് അങ്ങനെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ്ഡ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അറിയില്ല കേട്ടോ. നമുക്ക് അങ്ങനെ കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ബിവറേജിനൊക്കെ വന്നു കഴിഞ്ഞാലുള്ള ഒരു ആംബിയൻസ് ഉണ്ട്. അത്തരത്തിലുള്ള ആംബിയൻസ് ഉള്ള ഒരു ഏരിയ ആണ് ഇപ്പം എനിക്ക് തോന്നുന്നത്. ഇവിടെ ആൽക്കഹോൾ ഇല്ലല്ലോ, അറിയില്ല. ബട്ട് കേക്ക് ഫാക്ടറി സംതിങ് അല്ല. ഓരോ ഷോപ്പിലും അവരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഫൈനലായിട്ടുള്ള ഒരു റിവ്യൂ എന്ന് പറയുന്നത്. ഹൈലൈറ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് വൈബുണ്ട്. അത് ജസ്റ്റ് ബിക്കോസ് ഓഫ് ലൈറ്റ് ആട്ടോ. എത്രയാണാവോ? 381 ഖത്തർ റിയാൽ. No, 38,100. Oh my god, 38,100. എന്നുവെച്ചാ Can't imagine, just multiply with the 23. സോ ഫൈനലി ഞാൻ എൻ്റെ വീഡിയോ മൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇതിലെന്ത് കാണാനുള്ളത്, എക്സ്പ്ലോർ ചെയ്യാനുള്ളതും ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും രസകരമായ ഒരുപാട് വീഡിയോകൾ ആയിട്ട് ഞാൻ വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ